നമസ്കാരം. പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹത്താൽ വീട് നിർമ്മിക്കുക എന്നാണ് വാസ്തുശാസ്ത്രം പരാമർശിക്കുന്നത്. വാസ്തുവിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ പാലിച്ച് നിർമ്മിക്കുന്നതായ ഭവനത്തിൽ ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കും, കാലാകാലം നിലനിൽക്കും എന്നാണ് വിശ്വാസം. വിവിധ ഊർജ തരംഗങ്ങൾ ഗൃഹവാസികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് വാസ്തു നിയമങ്ങൾ പോലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഗൃഹത്തിലേക്ക് പണം അഥവാ ധനം വന്നു ചേരുവാൻ സഹായകരമായതും ശ്രദ്ധിക്കേണ്ടതുമായതായ ചില കാര്യങ്ങളുണ്ട്. ഇവ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയും ആ വീട്ടിൽ ധനപരമായ നേട്ടങ്ങൾ ഇരട്ടിക്കുന്നതിനും പ്രതീക്ഷിക്കാതെ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. എന്തെല്ലാം കാര്യങ്ങളാണ് പണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, പണം വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ കുബേരദേവനെ വന്ദിക്കുക. ഓം കുബേരായ നമ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഞാൻ ഈ പരാമർശിക്കുന്ന ദിശകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ദിശകളിൽ നിങ്ങൾ പണം സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതിന് സഹായകരമായി തീരും. തെക്ക്, പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകളിലുള്ള മുറികളിലായിരിക്കണം പണവും മറ്റ് രേഖകളും നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഇപ്രകാരം നിങ്ങൾ സൂക്ഷിക്കുന്നത് ധന നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. എന്നാൽ വീടിന്റെ തെക്ക് കിഴക്ക് എന്ന ദിശ അഗ്നികോണാണ്. ഈ അഗ്നികോണിൽ നിങ്ങൾ ധനം ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് പലവിധ തിരിച്ചടികൾക്കും കാരണമായി തീരും. പ്രധാനമായും പണം കയ്യിൽ നിൽക്കില്ല എന്നതാണ് വാസ്തവം. പണം പല വഴിക്ക് നഷ്ടമാകുന്നതിന് കാരണമായി തീരും. അഗ്നികോണിൽ പണം വയ്ക്കുകയാണ് എങ്കിൽ അനാവശ്യമായ ചിലവുകൾ ആ വീടുകളിൽ വർദ്ധിക്കും. അനാവശ്യമായ രീതിയിൽ ചിലവുകൾ വർദ്ധിക്കും എന്നാണ് പറയുക. അഗ്നികോണിൽ മുറികൾ പണിയുന്നതിലും നന്ന് അടുക്കള നിർമ്മിക്കുന്നതാണ് എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങൾ അടുക്കള നിർമ്മിക്കുകയാണ് എങ്കിൽ അത് സർവ ഐശ്വര്യപ്രദമായി തന്നെ മാറും. വടക്ക് കിഴക്ക് ഭാഗത്തെ മുറിയിലാണ് ധനം സൂക്ഷിക്കുന്നത് എങ്കിൽ കടബാധ്യതയാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക. ധനം കൈകളിൽ നിന്നും നഷ്ടമാകുന്നതിനും ആവശ്യമായ സമയത്ത് ധനം ലഭിക്കാതിരിക്കുകയോ ധനം ലഭിക്കുന്നതിന് കടം വാങ്ങേണ്ടതായ സാഹചര്യം, കടബാധ്യതകൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. അതിനാൽ വടക്ക് കിഴക്ക് ഭാഗം ധനപരമായ കാര്യങ്ങൾക്ക് ധനം സൂക്ഷിക്കുന്നതിന് അനുകൂലമല്ല. ഈശാനകോണായ വടക്ക് കിഴക്ക് ഭാഗം പൂജാമുറിക്കായോ കുട്ടികളുടെ പഠനമുറിയായോ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ശുഭം. ഇവിടെ പൂജാമുറി വരുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. പണം സൂക്ഷിക്കാൻ വടക്ക് പടിഞ്ഞാറ് വായുകോണിലുള്ള മുറിയാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യം കൈകളിലേക്ക് പണം വന്നു ചേരും. എന്നാൽ വരവിൽ കവിഞ്ഞ ചെലവായിരിക്കും ഉണ്ടാവുക. അതിനാൽ പണം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ, വന്നു ചേരുന്നതായ പണം അതേപോലെ നഷ്ടമായി പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനാൽ ഉള്ളതുകൂടി ഇല്ലാതാകും എന്ന് സാരം. അതിനാൽ ആ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാൻ വീടിന്റെ കന്നിമൂലയിൽ പണവും മറ്റും സൂക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു. ഇവിടെ പണം സൂക്ഷിക്കുന്നതിലൂടെ അത് ധനപരമായ ഉയർച്ചകൾക്ക് വഴിയൊരുക്കും എന്നാണ് പറയുക. മുറിയുടെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കോട്ട് ദർശനമായി അലമാര വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്.
പണപ്പെട്ടിയുടെ അരികിലായി മയിൽപീലി സൂക്ഷിക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ പ്രധാനമായും സമ്പത്ത് നാൾക്ക് നാൾ വർദ്ധിക്കും എന്നാണ് പറയുക. അത്രമേൽ അനുകൂലമായ കാര്യങ്ങൾ ആ വീടുകളിലേക്ക് ധനപരമായി കടന്ന് വരുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരാം. സമ്പത്ത് നിലനിൽക്കുവാനായി ഭവനത്തിൽ എപ്പോഴും മഹാലക്ഷ്മി പ്രീതികരമായ കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും വീടും പരിസരവും വൃത്തിയാക്കി വിളക്ക് തെളിയിക്കുക എന്നതാണ്. പതിവായി മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമായി തീരും. വൃത്തിയും വെടുപ്പും ഉള്ള ഇടത്ത് മാത്രമേ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി വസിക്കൂ. അല്ലാത്ത വീടുകളിൽ ശരിയായ രീതിയിൽ വീടും പരിസരവും സൂക്ഷിക്കാത്തതായ അല്ലെങ്കിൽ വൃത്തിയിൽ സൂക്ഷിക്കാത്തതായ വീടുകളിൽ മൂദേവി സാന്നിധ്യം അഥവാ അലക്ഷ്മി സാന്നിധ്യമാണ് ഉണ്ടാവുക. അതാ വീടുകളിൽ ദാരിദ്ര്യം, ദുഃഖങ്ങൾ, ധനപരമായ പ്രയാസങ്ങൾ, മറ്റു വിഷമതകൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. വാസ്തു അനുസരിച്ച് വീട് പണിതാൽ പോലും നാം ചെയ്യുന്നതായ പല കാര്യങ്ങളും വാസ്തുപ്രകാരം നിങ്ങൾ വീട് പണിയുകയാണ് എങ്കിലും ശരിയായ രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ ഗുണഫലങ്ങൾ അനുഭവവേദ്യമാകില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ആ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരണമെന്നില്ല. അതിനാൽ തന്നെ തീർച്ചയായും വീടും പരിസരവും എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ചിലർ പണം വയ്ക്കുന്ന ഇടത്ത് അറിയാതെയാണ് എങ്കിലും ചില വസ്തുക്കൾ സൂക്ഷിക്കുന്നതാണ്. ഇപ്രകാരം നിങ്ങളും സൂക്ഷിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. അതിൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം മുള്ളുള്ള ചെടികളാണ്. പണം സൂക്ഷിക്കുന്നതായ ഇടത്ത് ഇത്തരത്തിലുള്ള സസ്യങ്ങൾ വരാൻ പാടുള്ളതല്ല. കേടായ ചെടി, കേടായ വസ്തുക്കൾ, മുഷിഞ്ഞതായ വസ്ത്രങ്ങൾ, മൂർച്ചയേറിയതായ വസ്തുക്കൾ പണത്തോടൊപ്പം വയ്ക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ പണത്തിന്റെ അടുത്ത് വയ്ക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടികളായി തീരാം. ആ വീടുകളിൽ ധനപരമായ നഷ്ടങ്ങൾ, ധനപരമായ പ്രയാസങ്ങൾ കടന്നു വരുന്നതിന് കാരണമായി തീരും. ആ ധനം പല കാരണങ്ങൾ കൊണ്ടും ജീവിതത്തിൽ നിന്നും നഷ്ടമായി എന്ന് വരാം. അതിനാൽ പണം അഥവാ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് തുല്യമായ ധനം ശരിയായ രീതിയിൽ ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിത്യവും മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതും വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും നെയ്വിളക്ക് തെളിയിച്ച് അതും ഭദ്രദീപം തെളിയിച്ച് ലക്ഷ്മി നാമങ്ങൾ ജപിക്കുന്നതും ദേവിക്ക് ഇന്നേ ദിവസം മധുര പലഹാരങ്ങൾ, പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ആ വീടുകൾക്ക് സാക്ഷാൽ മഹാലക്ഷ്മി കടാക്ഷം നാൾക്കുനാൾ വർദ്ധിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.